ചത്ത കോഴി തീ തുപ്പുന്നു. ഹായ്, ബൈജിരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. കണ്ടപ്പോൾ തന്നെ ഇത് ഫേക്ക് ആണെന്ന് തോന്നി. അത് കാരണം തന്നെ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പോഴും ധാരാളം ആളുകൾ ഇത് അയച്ച് സംശയം ചോദിക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടപ്പോൾ തന്നെ ഇതിൽ തട്ടിപ്പുണ്ടെന്ന് തോന്നിയിരുന്നു. കൂടുതൽ വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത് കർണാടകത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവമാണ് എന്നറിയുന്നത്. കുറെ കോഴികൾ ചത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. അതിലൊരു കോഴിയെ പിടിച്ച് ഞെക്കുന്ന സമയത്ത് അതിന്റെ വായിൽ നിന്ന് തീയും പുകയും എല്ലാം വരുന്നു. തീ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കലുകൾ ഈ കോഴി വിഴുങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ ഈ തീ കാണുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. കെമിക്കലുകളാണെന്നുണ്ടെങ്കിൽ പുകഞ്ഞായിരിക്കണം കത്തേണ്ടത്. എന്നാൽ ഇത് പെട്ടെന്ന് കത്തുന്നുണ്ട്. ഈ കോഴിയുടെ അകത്ത് നിന്ന് കെമിക്കലുകൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇയാൾ പൊക്കുന്ന സമയത്ത് കോഴിയെ പൊക്കുന്നുണ്ട്. ഈ പൊക്കുന്ന സമയത്തൊന്നും വായിൽ നിന്ന് തീയും പുകയും വരുന്നില്ല. അതുപോലെ തന്നെ താഴത്തേക്ക് ഇടുന്ന സമയത്തും തീ വരുന്നില്ല. അത് കാരണം തന്നെ കത്തുന്ന ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആയിരിക്കാം എന്ന് സംശയിച്ചു. ഒരുപക്ഷെ ഈ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഈ കോഴിയുടെ പിന്നിൽ കൂടി അകത്ത് കയറ്റിയിട്ടുണ്ടാവാം. എന്നാലും കോഴിയുടെ അകത്ത് ചെല്ലുന്ന ഗ്യാസ് വായിലൂടെ പുറത്തു വരാൻ സാധ്യത വളരെ കുറവാണ്. അത് കാരണം തന്നെ കോഴിയുടെ പിന്നിലൂടെ ആയിരിക്കില്ല ഗ്യാസ് കയറ്റിയിരിക്കുന്നത്. കോഴിയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഈ കഴുത്തിന്റെ തൊട്ടുപുറയിൽ കൂടി ഒരു ഗ്യാസ് വെൽഡിങ്ങിന്റെ ഗ്യാസ് അകത്തേക്ക് കയറ്റിയിട്ടുണ്ടാവും. മിക്കവാറും അത് ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന അതിന്റെ നോസിൽ ഭാഗം, ടോർച്ച് എന്ന് പറയും, ആ ഭാഗമായിരിക്കാം ഈ ഭാഗത്തൂടെ അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. ഗ്യാസ് തുറന്നു വെച്ചിട്ടുണ്ടാവാം. ഇയാള് കോഴിയെ പിടിച്ച് ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സ്പാർക്ക് ആയിരിക്കും ഉണ്ടാവുന്നത്, ഇലക്ട്രിക് സ്പാർക്ക്. ആ സ്പാർക്ക് ഉണ്ടാവുന്ന സമയത്താണ് ഇതിന്റെ വായിലൂടെ ഈ ഗ്യാസ് കത്തി തീയും പുകയും വരുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. കോഴി ചത്തു കിടക്കുകയാണെങ്കിൽ കോഴിയുടെ തല ഇങ്ങനെയാണ്, കഴുത്തിന്റെ ഭാഗം ഇങ്ങനെയാണ്. പൊക്കുകയാണെന്നുണ്ടെങ്കിൽ തല താഴത്തേക്ക് വരണം, ഒടിഞ്ഞ പോലെ വരണം, ഇങ്ങനെ മടങ്ങണം. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ തല ഇങ്ങനെ മടങ്ങുന്നില്ല, അതിന് പകരം സ്റ്റിഫായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം കോഴിയുടെ കഴുത്തിൽ കുറെ കശേരുക്കളുണ്ട്. ഈ കശേരുക്കൾ ഉള്ളത് കാരണം തന്നെ എത്ര സമയം കഴിഞ്ഞാൽ പോലും ഇങ്ങനെ സ്റ്റിഫാവില്ല, കഴുത്തിന്റെ ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കും. പക്ഷെ ഈ വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിന്റെ ഭാഗം സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണ്? ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ടോർച്ചിന്റെ ഭാഗമാണ് ഇതിന്റെ കഴുത്തിലൂടെ വന്നിരിക്കുന്നത്. അത് കാരണമാണ് ഇത് ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസും സ്പാർക്ക് ഉണ്ടാക്കുന്ന ടെക്നിക്കുമാണ് ഇവിടെ ഇവർ ഈ കോഴിയുടെ കഴുത്തിലൂടെ വെച്ചിരിക്കുന്നത്. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് കോഴിയുടെ മറ്റു ഭാഗങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാതിരിക്കുന്നത്. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.